സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. തിരഞ്ഞെടുപ്പല്ലേ, ഇത്തിരി നോട്ടീസും കേസും ഒന്നും വന്നില്ലെങ്കിൽ ഒരനക്കം കാണത്തില്ല. പ്രചാരണം കൊഴുപ്പിക്കണമെങ്കിൽ കേസും കൂട്ടമൊക്കെ നല്ലതാ. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നാണല്ലോ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ പോലെ ദാ വന്നല്ലോ ഇടി. ഇനി സംഗതി ഉഷാറാകും. അണികൾക്കും ആവേശമായി. മുഖ്യനെതിരെ വന്ന ED നോട്ടീസിലെ പതിര് തപ്പി ഓരോരുത്തരായി വന്നിറങ്ങി. പിന്നെ ചർച്ചയായി, സ്റ്റണ്ടായി, തമാശയായി. ചുരുക്കി പറഞ്ഞാൽ ED പേടിയൊക്കെ CPMന് എന്നേ പോയി. ഇപ്പോൾ EDയും പാർട്ടിയും ബായ് ബായ് ആണെന്ന പോലെയായി കാര്യങ്ങൾ. ആരുടെ സാരോപദേശമാണെന്ന് അറിഞ്ഞില്ല. EDയുടെ വിരട്ടലിൽ തളരാതെ നിൽക്കുന്ന CPM ആണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഐശ്വര്യം. തിരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി പണിയെടുക്കലാണ് 2014 മുതൽ EDയുടെ മുഖ്യ പണി. തങ്ങളുടെ പാർട്ടിക്ക് ഉപകാരം ചെയ്തവരെ BJP മറക്കാറില്ല. ഉദ്ദിഷ്ട സാധ്യത്തിന് ഉപകാരസ്മരണ എന്നതിന് ഉദാഹരണങ്ങൾ എമ്പാടും ഉണ്ട് എന്നുകൂടി ഈ വേളയിൽ പറയട്ടെ. കിഫ്ബിയുടെ പേരിലാണ് ഇപ്പോൾ ED വേട്ട. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത പദ്ധതിയാണ് കിഫ്ബി. മസാല ബോണ്ട് വഴി കിഫ്ബി വിദേശത്തു നിന്നും സമാഹരിച്ച തുകയിലാണ് ഇപ്പോഴത്തെ ED ഇൻഡാസ്. 2016 മസാല ബോണ്ടിന് റിസർവ് ബാങ്ക് അനുമതി നൽകുന്നത്. 2019 മാർച്ചിൽ മസാല ബോണ്ട് വഴി 2150 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. ഇതിൽ ഭൂമി ഏറ്റെടുക്കാൻ ഉപയോഗിച്ച 466 കോടി രൂപയിൽ ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. ചട്ടലംഘനം നടന്നത് കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെയും വൈസ് ചെയർമാനും അന്നത്തെ ധനമന്ത്രിയുമായ തോമസ് ഐസക്കിന്റെയും അറിവോടെയാണെന്നാണ് ED കണ്ടെത്തിയത്. എന്നാൽ കിഫ്ബി കേരളത്തിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. പശ്ചാത്തല സൗകര്യ വികസനത്തിന് 1.5 ലക്ഷം കോടി രൂപ കിഫ്ബി വഴി ചെലവഴിച്ചെന്നും ദേശീയപാത വികസനത്തിന് 5600 കോടി രൂപ നൽകിയത് കിഫ്ബി പണം ഉപയോഗിച്ചാണെന്നും മുഖ്യൻ പറഞ്ഞു. കിഫ്ബി വഴി ചെലവഴിച്ച പണത്തിന്റെ തെളിവ് കേരളത്തിൽ നോക്കിയാൽ കാണാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ പദ്ധതികൾക്കായി ചെലവഴിച്ച പണത്തിന്റെ വ്യക്തമായ കണക്ക് നൽകാൻ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ധനസമാഹരണം എന്നത് ഇന്ന് പദ്ധതികളിലൂടെ വരുമാനമുണ്ടാക്കുന്ന ഫണ്ട് മാനേജറായി മാറി എന്നതാണ് വാസ്തവം. കിഫ്ബി രൂപീകരിച്ചപ്പോൾ പദ്ധതികൾക്ക് നിയമസഭയുടെ അംഗീകാരം വേണമെന്നായിരുന്നു നിയമം. എന്നാൽ പിന്നീട് ആ നിയമം മാറ്റി മന്ത്രിസഭയുടെ അംഗീകാരം എന്നാക്കി. അതായത് വൻകിട പദ്ധതികൾ നടപ്പിലാക്കാൻ പുറത്തുനിന്നും വലിയ പലിശയും കൊടുത്ത് പണം വാങ്ങിക്കാനുള്ള സർക്കാരിന്റെ ഉപകരണമായി കിഫ്ബി മാറി. 2018 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നടത്തിയ നിരീക്ഷണങ്ങളാണ് കിഫ്ബി നേരിട്ട ആദ്യ തിരിച്ചടി. കിഫ്ബി എടുക്കുന്ന വായ്പകൾ തിരിച്ചടയ്ക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടെന്നും അതിനാൽ സർക്കാർ കടമായിട്ട് മാത്രമേ കിഫ്ബി എടുക്കുന്ന വായ്പകളെ കാണാൻ കഴിയൂ എന്നും CAG വ്യക്തമാക്കി. അന്ന് CAGയുമായി പരസ്യമായി തന്നെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചയാളാണ് തോമസ് ഐസക്. വിഷയം നിയമസഭയിൽ എത്തിക്കുകയും കിഫ്ബിക്കെതിരായ പരാമർശങ്ങൾ റിപ്പോർട്ടിൽ നിന്ന് നീക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്രം CAG റിപ്പോർട്ട് പ്രകാരമാണ് നടപടിയെടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് 4 വർഷത്തേക്ക് 24,000 കോടി രൂപ വെട്ടിക്കുറയ്ക്കാനാണ് അന്ന് തീരുമാനിച്ചത്. അന്ന് പലതരത്തിൽ കിഫ്ബി വിവാദമായി മാറി. ഒടുക്കം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐസക്കിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന മട്ടിൽ വരെ കാര്യങ്ങളെത്തി. അന്ന് EDയോട് മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ, താൻ ധനമന്ത്രിയായതുകൊണ്ട് ഇതിലുണ്ട് എന്നല്ലാതെ എനിക്കതിൽ പങ്കൊന്നുമില്ലെന്ന് വരെ തട്ടിവിട്ട മഹാനാണ് ശ്രീമാൻ തോമസ് ഐസക്. പറഞ്ഞു വന്നാൽ ഏറെക്കുറെ ഇതെല്ലാം വെറും നാടകമാണെന്ന് മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം പ്രതിപക്ഷത്തിനും മനസ്സിലായ മട്ടുണ്ട്. കാരണം പലരും വിഷയം ചർച്ച ചെയ്യാതെ വിഴുങ്ങിയ മട്ടാണ്. തിരഞ്ഞെടുപ്പ് കാലമായാൽ ED വരും എന്നത് ഗോവിന്ദൻജി പറഞ്ഞത് ശരിയാണ്. പക്ഷേ അറിയാത്തത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവർ എങ്ങോട്ട് പോകുന്നു എന്നതാണ്. കാരണം ഇതിനു മുമ്പ് ED ഇടപെട്ട കേസുകൾ എവിടെ എത്തിയെന്ന് തിരക്കിയാൽ മേൽപ്പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. അത്തരത്തിൽ ED അന്വേഷിച്ച കേസാണ് ഏറെ വിവാദമായ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. ഒരു പാർട്ടിയെ തന്നെ പ്രതി ചേർത്ത കേസായിരുന്നു കരുവന്നൂർ. ക്രമക്കേടിൽ ഗുണഭോക്താക്കളായെന്ന് ചൂണ്ടിക്കാട്ടി CPMന്റെ 73 ലക്ഷം രൂപ ഉൾപ്പെടെ 29 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. മുതിർന്ന നേതാക്കളടക്കം പ്രതികളാക്കിയാണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. AC മൊയ്തീൻ അടക്കം പ്രതികൾ.
എന്നാൽ കേസ് അന്വേഷണം എവിടെയും എത്തിയില്ല. നേരത്തെ കേസ് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകാത്തതിന് ഹൈക്കോടതി പോലീസിനെ വിമർശിച്ച കേസ് കൂടിയാണിത്. രാഷ്ട്രീയ നേതാക്കൾ അടക്കം ആരോപണം നേരിടുന്ന എല്ലാവരെയും കുറിച്ച് അന്വേഷിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ED അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടും കരുവന്നൂരിൽ എല്ലാം മെല്ലെ പോക്കായി. ഇനി മറ്റൊന്നാണ് കൊടകര കുഴൽപ്പണ കേസ്. കൊടകര കേസിലെ ഒത്തുതീർപ്പ് ഒരു തരത്തിൽ പറഞ്ഞാൽ CPM BJPക്ക് കൊടുത്ത പ്രത്യുപകാരമാണ്. 2 വർഷത്തോളം അന്വേഷിച്ചിട്ടും ഒളിപ്പിച്ച പണം കണ്ടെത്താനാവാതെ വന്നപ്പോൾ കേസ് EDയോട് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടും അവർ വിമുഖത കാണിക്കുകയായിരുന്നു. കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി പോലീസിനും താല്പര്യമുണ്ടായില്ല. കേസ് എവിടെയും എത്തിയില്ല, അത്ര തന്നെ. ഇനി ഏറെ വിവാദമായ സ്വർണ്ണക്കടത്ത് കേസ് എന്തായി എന്ന് കൂടി നോക്കാം. പ്രതികളെ ഇപ്പോൾ ED പിടിക്കുമെന്ന മട്ടിലായിരുന്നു ആദ്യം കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ ജയിലിൽ വരെ കിടന്നു. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ രവീന്ദ്രനെ ED തൊട്ടെങ്കിലും വിട്ടയച്ചു. പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്താൽ കേസ് തെളിയുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയെ പോയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും ED തൊട്ടില്ല. ആ കേസിലെ പ്രതിപക്ഷത്തിന്റെയും പ്രതീക്ഷ അസ്ഥാനത്തായി. മാസപ്പടി കേസിലും CPM BJP അന്തർധാര എത്രയുണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. കേസിൽ കൊച്ചി ED യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. SFIO അന്വേഷണം നടക്കുന്നതിനിടയിലായിരുന്നു നടപടി. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ കേസുകൾ എക്സാലോജിക് അടക്കം ED അന്വേഷണ പരിധിയിൽ വരുമെന്നായിരുന്നു പറച്ചിൽ. 2024 മാർച്ചിലാണ് കേസ് ED ഏറ്റെടുക്കുന്നത്. എന്നാൽ 2025 കഴിയാറായിട്ടും കേസിൽ ഒരു തെളിച്ചവും വന്നിട്ടില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയും മകളും ഇങ്ങനെ ഒരു കേസേ ഇല്ലെന്ന മട്ടിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ഇപ്പോഴത്തെ ED ഇൻഡാസ് സത്യത്തിൽ എന്തിനാണെന്നാണ് ഒരു പിടിയും കിട്ടാത്തത്. അതിനാണ് വരികൾക്കിടയിൽ വായിക്കാൻ പഠിക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് കാലത്ത് രക്തസാക്ഷി പരിവേഷം ഗുണം ചെയ്യുന്നതാർക്ക? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൊത്തിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷമാവട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിഷമവൃത്തത്തിലാണ്. മാപ്രകൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ഒന്ന് ഈ നാട്ടിൽ നടന്ന കാര്യം മറന്ന മട്ടാണ് മാധ്യമങ്ങളും പ്രതിപക്ഷം തന്നെയും. തിരഞ്ഞെടുപ്പ് കാലത്ത് ഭരണപക്ഷത്തിന് വൃത്തിയായി ദല്ലാൽ പണി ചെയ്യാൻ മത്സരമാണ് മാപ്രകൾ. തദ്ദേശം പരിക്കില്ലാതെ രക്ഷപ്പെട്ടാൽ 2026 നിയമസഭ പിണറായി നയിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായി 15% വോട്ട് വിഹിതവും 1ഉം 2ഉം സ്ഥാനത്തായി 20ലധികം മണ്ഡലങ്ങളും കൈവശപ്പെടുത്തി നിൽക്കുന്ന BJP കോൺഗ്രസിനെ തകർത്ത് പ്രതിപക്ഷമായാൽ 2031 ഭരണം BJPക്കും സ്വപ്നം കാണാം. ഈ പ്ലാൻ B അസംഭവ്യമെന്ന് എഴുതി തള്ളാൻ വരട്ടെ. ഇനി EDയുടെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിച്ചാലോ? 2014 മുതൽ ED രജിസ്റ്റർ ചെയ്ത 6312 കേസുകൾ ശിക്ഷിച്ചത് 120 താഴെ മാത്രമാണ്. അതായത് 10 കൊല്ലത്തിനുള്ളിൽ ശിക്ഷിക്കപ്പെട്ടത് 2% താഴെ മാത്രം. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ് ഇപ്പറഞ്ഞ കണക്കുകൾ. 2019-20 സാമ്പത്തിക വർഷത്തിൽ 200-ൽ താഴെ എത്തി നിന്നിരുന്ന ED കേസുകളാണ് പിന്നെ കൊല്ലം പ്രതി കുതിച്ചുയരാൻ തുടങ്ങിയത്. അതിനു പിന്നിലെ രാഷ്ട്രീയം ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ മറ്റൊരു വഴിക്ക് നടക്കും. സഖാവ് മുന്നോട്ട് പോയിക്കോ എന്ന മോദി അണികളുടെ സാരോപദേശം കെങ്കേമം തന്നെ. കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിയിട്ടും ഖജനാവിൽ കാശിന്റെ വകയില്ലാഞ്ഞിട്ടും തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സാമൂഹ്യക്ഷേമ പെൻഷൻ വർധന അടക്കം വിപ്ലവകരമായ പ്രഖ്യാപനങ്ങൾ നടത്തിയ പിണറായി സർക്കാരിനെ വരിഞ്ഞു മുറുക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് ഏതെങ്കിലും പോയത്തക്കാർക്ക് തോന്നിയാൽ, അത് വോട്ടായി പെട്ടിയിൽ വീണാൽ, ഇടതുപക്ഷം തദ്ദേശ സഭകളിൽ മേൽക്കൈ നിലനിർത്തിയാൽ പിന്നെ കളി മാറി, കഥ മാറി. CPM BJP ഡീൽ എന്നൊക്കെ വെറുതെ ശത്രുക്കൾ പറയുന്നതല്ലേ? ഡീലുണ്ടെങ്കിൽ ED വരുമോ തുടങ്ങിയ യമണ്ടൻ ന്യായങ്ങളുടെ അകമ്പടി കൂടിയായാൽ സംഗതി ഇപ്പോൾ ശുഭം സുന്ദരം. ചില കാര്യങ്ങളിൽ BJPയുടെ അർത്ഥഗർഭമായ മൗനം ആരെ സഹായിക്കാനാണെന്ന് ആർക്കാണ് അറിയാത്തത്? അതായത് ഇത്രയുള്ളൂ. നാടകം കിഫ്ബി, നിർമ്മാണം BJP, കഥ തോമസ് ഐസക്, തിരക്കഥ പിണറായി വിജയൻ, സംവിധാനം ED. ഇനി കേസുകളെല്ലാം സ്വാഹ.